ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 9ലെ മോഷൻ എന്ന ലെസണാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സിലെ ഫസ്റ്റ് ലെസണാണ്. അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ലെസണാണ്. ഈ ലെസൻ്റെ കണ്ടിന്യൂഷൻ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് 11th സ്റ്റാൻഡേർഡിൽ സയൻസ് എടുക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലെസണിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് ടേംസ് വെച്ചാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ ആ ടേംസൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. എന്താണ് റെഫറൻസ് പോയിൻറ്റ്, ഒറിജിൻ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ടേമാണ് റെഫറൻസ് പോയിൻറ്റ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ലൊക്കേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ റെഫറൻസ് പോയിൻറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കൂള് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്താണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം അവർ സ്കൂൾ ഈസ് നിയർ ടു ദാറ്റ് ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മൾ റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? ആ ഒരു ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ നിയർ ടു ദാറ്റ് ഷോപ്പ്, ആ ഒരു ഷോപ്പിൻ്റെ അടുത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെഫറൻസ് ആയിട്ട് ഇങ്ങനെ പറയാം, വിച്ച് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ലൊക്കേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ പ്ലേസിൻ്റെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്, ലൊക്കേഷൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ് റെഫറൻസ് പോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒബ്ജക്റ്റ് ക്യാൻ ബി റെഫേർഡ് ത്രൂ മെനി റെഫറൻസ് പോയിൻറ്റ്. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് റെഫറൻസ് പോയിൻറ്റ് പറയാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് ഒറിജിൻ. ഒറിജിൻ എന്താണ്? ദ റെഫറൻസ് പോയിൻറ്റ് ദാറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ലൊക്കേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഒറിജിൻ. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് പോയിൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എന്ത്? ഒറിജിൻ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ദ പോയിൻറ്റ് ദാറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ലൊക്കേഷൻ. ഒരു ലൊക്കേഷൻ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ന്യൂ റെസ്റ്റോറൻറ്റ് ഈസ് ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 5 kilometers നോർത്ത് ഫ്രം മൈ ഹൗസ്. അപ്പോൾ എൻ്റെ വീടിൽ നിന്ന് 5 kilometer നോർത്തിൽ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് വൈകാതെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഹിയർ ദ ഹൗസ് ഈസ് ദ റെഫറൻസ് പോയിൻറ്റ്. അവിടെ ഒരു വീടാണ് അതിനെ റെഫറൻസ് ചെയ്യാനുള്ളൊരു പോയിൻറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പറയുന്ന ഇയാളുടെ വീടാണ് എന്ത്? റെഫറൻസ് പോയിൻറ്റ്. കാരണം ഈ പറഞ്ഞ ഹൗസിൽ നിന്ന് 5 kilometer നോർത്ത് ഡയറക്ഷനിലാണ് ആ റെസ്റ്റോറൻറ്റ്. ഓക്കെ, അപ്പോൾ റെഫറൻസ് ആയിട്ട് പറയുന്നത് എന്താണ്? ഹൗസാണ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് വെദർ ദ റെസ്റ്റോറൻറ്റ് ഈസ് ലൊക്കേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് റെഫറൻസ് പോയിൻറ്റും ഒറിജിനും എന്താണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഇനി എന്താണ് മോഷൻ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മോഷൻ എന്താണ്? If the location of the object changes with time, the object is said to be in motion. അപ്പോൾ ഒരു മോഷനിലാവണമെങ്കിൽ എന്താണ്? ഈ ഒബ്ജക്റ്റ് ടൈമിനനുസരിച്ച് നീങ്ങിയിരിക്കണം. ഒരു വണ്ടി ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വണ്ടി എന്താണ്? ടൈമിനനുസരിച്ച് ഓരോ ഡിസ്റ്റൻസിൽ ഓരോ പോർഷനിലെത്തിയെങ്കിൽ മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അതൊരു മോഷനിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എന്താണ്? ഇപ്പോൾ ഒരു വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടേക്കാണ്, അത് 1 മിനിറ്റിലും അവിടെ തന്നെ, 2 മിനിറ്റിലും അവിടെ തന്നെ, 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടൈമിനനുസരിച്ച് വണ്ടി നീങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? റെസ്റ്റിലാണ്. ഇപ്പോൾ ഒരു കാറാണെങ്കിൽ എന്താണ്? അത് ഒരു മണിക്കൂറിൽ ഇന്ന സ്ഥലത്ത്, 2ാമത്തെ മണിക്കൂറിൽ ഇന്ന സ്ഥലത്ത്, 3ാമത്തെ മണിക്കൂറിന് അടുത്ത സ്ഥലത്ത്, അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? നമുക്ക് ടൈമിനനുസരിച്ച് ആ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനാണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടേം എന്താണ്? ഡിസ്റ്റൻസ് എന്താണെന്നാണ്. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് എസ് എ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2 എൻഡ് പോയിൻറ്റ്. അപ്പോൾ 2 പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ലെങ്ത് എങ്കിൽ സപ്പോസ് ഈ ഒരു പോയിൻറ്റ് നമുക്ക് എ എന്ന് കൊടുക്കാം.
അതേപോലെ ലാസ്റ്റ് പോയിൻ്റ് ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എയിൽ നിന്ന് ബിയിലേക്ക് ബി എന്ന പോയിൻറ്റിലോട്ട് എത്താനുള്ള ഈ ഒരു പാത്തിൻ്റെ ഡിസ്റ്റൻസ് ആണെന്ത്, പാത്തിൻ്റെ ലെങ്ത്താണ്. ഈ പാത്തിൻ്റെ ഈ ലെങ്ത്താണ് എന്ത് നമുക്ക് പറയാൻ പറ്റുന്നത്, ഡിസ്റ്റൻസ് എന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ, ബിറ്റ്വീൻ 2 എൻഡ് പോയിൻറ്റ്, 2 എൻഡ് പോയിൻറ്റ്സ് ഉള്ള ഒരു പാത്തിൻ്റെ ഇടയ്ക്കുള്ള ആ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡിസ്റ്റൻസിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഈസ് എ ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി, ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നമ്പേഴ്സ് ആയിരിക്കും അതിൽ കാണിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മൾ പറയുകയാണ് 2 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ്, നമ്പറാണ് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ 4 കിലോമീറ്റേഴ്സ്, 4 മീറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്പേഴ്സാണ് ജസ്റ്റ് കാണിക്കുന്നത്. അതാണ് ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അടുത്തത് എന്താണെന്ന് നോക്കിയേ, വി ഡു നോട്ട് മെൻഷൻ ദ ഡയറക്ഷൻ അറ്റ് വിച്ച് ദ ഒബ്ജക്റ്റ് ഈസ് ട്രാവലിംഗ്. അപ്പോൾ എന്താണ്, നമ്മൾ ഒരിക്കലും പറയാറില്ല എന്താ ഡിസ്റ്റൻസ് നോർത്തിലോട്ടാണെന്നും സൗത്തിലോട്ടാണെന്നും ഒന്നും ഇല്ല. നമ്മൾ ഡയറക്ഷൻസ് ഡിസ്റ്റൻസിൽ പറയത്തില്ല. അപ്പോൾ ഏതിലായിരിക്കും ഡയറക്ഷൻസ് പഠിക്കുന്നത്, അടുത്ത ടേമിൽ നമുക്ക് പഠിക്കാം ഏതിലാണ് നമ്മൾ ഡയറക്ഷൻസ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഡിസ്റ്റൻസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ്, എന്താണ്, ദ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2 എൻഡ് പോയിൻറ്റ്സ്. അതാണ് എൻ്റെ ഡെഫിനേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ടേം ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ടേമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് എ shortest possible distance between the initial and the final position of the object is called displacement. അപ്പോൾ എന്താണ്, ഷോർട്ടസ്റ്റ് പോസിബിൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്. അപ്പോൾ ഒന്ന് കൺസിഡർ ചെയ്തേ, ഇതാണ് എൻ്റെ പാത്ത് ലെങ്ത്ത്. ഓക്കെ, ഒരു പോയിൻറ്റ് എ, മറ്റേ പോയിൻറ്റ് ബി. ഓക്കെ, ഇനി അതിലോട്ട് പോകാൻ വേറൊരു വഴിയും കൂടി ഉണ്ട്, അതാണ് ഇത്. അപ്പോൾ ഇതാണ് ഞാൻ പോകുന്ന ഡിസ്റ്റൻസ്. ഇതാണെങ്കിൽ പിങ്കിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ പിങ്കിൽ കാണിച്ചിരിക്കുന്നത്. കാരണം എന്താണ്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനിക്ക് എയിൽ നിന്ന് ബി വരെ പോകാനുണ്ട്. അത് ആ വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത്. പക്ഷേ എനിക്ക് ഡയറക്റ്റ് സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ എനിക്ക് എത്താൻ കഴിയുമല്ലോ. അപ്പോൾ അതെൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ കാണിക്കാണ്. ഇതാണ് എനിക്ക് പോകേണ്ടത്. ഇതെൻ്റെ പോയിൻറ്റ് എ, ഇതെൻ്റെ പോയിൻറ്റ് ബി. ഓക്കെ, അപ്പോൾ എനിക്ക് പോകുന്നത് എയിൽ നിന്ന് ബി വരെയാണ്. അപ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ പിങ്ക് വെച്ച് വരക്കാൻ പോകുന്നതാണ്. നേരെ അങ്ങ് പോവുക എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും എ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ ബി പറയുന്നത് എന്താണ്, എ ബി ഈ 2 ടേമിലും പിങ്ക് കളർ വെച്ച് കാണിച്ചിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡയറക്ഷൻ അറ്റ് വിച്ച് ദ ഒബ്ജക്റ്റ് ഈസ് ട്രാവലിംഗ്. ഏത് ഡയറക്ഷൻ ആണെന്ന് കാണിക്കുന്നത് ഏത് ടേമാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിലാണ് നമുക്ക് എന്ത് പറയുന്നത്, ഡയറക്ഷൻ കാണിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തതൊരു എക്സാമ്പിളാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിഗർ കാണിക്കുമ്പോൾ അതിൽ O, C, B, A ഒക്കെ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വായിക്കാം ആദ്യം. അക്കോർഡിംഗ് ടു ദ ഫിഗർ ഗിവൻ ബിലോ, ഇഫ് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ഫ്രം O to A, ഓയിൽ നിന്ന് എ വരെ പോകണമെങ്കിൽ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 60 കിലോമീറ്റേഴ്സ് അല്ലേ. ഓയിൽ നിന്ന് എ വരെ പോകാനുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 60 ആണ്. Consider the given figure below. Here the shortest distance between A and O is 60 kilometers only. അപ്പോൾ ഈ കേസിൽ എന്താണ്, നമ്മുടെ ഡിസ്റ്റൻസും സെയിം ആണ്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്, സെയിം സ്ഥലം തന്നെയാണ്. ഒയിൽ നിന്ന് എ പോകാൻ വേറെ പാത്തുണ്ട ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഡിസ്റ്റൻസ് will be equal to displacement if there is only one path. ഒരു പാത്ത് ഉള്ളെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, എപ്പോഴാണ്, വെൻ ദർ ഈസ് ഓൺലി വൺ പാത്ത്, ഒറ്റ പാത്തുള്ളൂ നമുക്ക് പോകാനെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത ടേമാണ് സീറോ ഡിസ്പ്ലേസ്മെൻറ്റ്. സീറോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റിൽ നിന്ന് തന്നെ തിരിച്ച് അതേ പോയിൻറ്റിൽ നിന്ന്
പോയിന്റിലേക്ക് തന്നെ എത്തുന്നത്. ഇപ്പോൾ കൺസിഡർ ചെയ്യുക, ഞാൻ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ പോയി. അപ്പോൾ അതാണ് എയും ബിയും. ഓക്കെ, ഞാൻ ബിയിലാണ് എൻ്റെ സ്കൂള്, എ ആണ് എൻ്റെ വീട്. ഓക്കെ, ഇതിൽ കൂടി തന്നെ പോയി. ഞാൻ തിരിച്ച് അവിടെ നിന്ന് ചെന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? പോയിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ എ ടു ബി പോയി, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് അതേ പാത്തിൽ തന്നെ തിരിച്ചും വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് ഫൈനൽ പോയിൻ്റ് എവിടെയാണ്? എയിൽ തന്നെയല്ലേ. അപ്പോൾ എന്ത് പറയാൻ പറ്റും? എൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു. പോകേണ്ടിരുന്ന എനിക്ക് ഡിസ്റ്റൻസ് ഉണ്ടാവില്ലായിരുന്നു, കാരണം സെയിം പോയിൻ്റ് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. When the first and last position of the objects are same, the displacement is 0. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റ് പൊസിഷനും സെയിം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കിയേ. ഫസ്റ്റ് ഈ മനുഷ്യൻ എ ടു ബി പോയി, അത് കഴിഞ്ഞ് ബി ടു സി പോയി, അത് കഴിഞ്ഞ് സി ടു ഡി പോയി, അത് കഴിഞ്ഞ് ഡി ടു എ പോയി. ഓക്കെ, അപ്പോൾ തിരിച്ച് ആ സെയിം പൊസിഷനിൽ തന്നെ വന്നപ്പോൾ അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. എ ടു എ അല്ലേ വന്നത്, എ ടു എ പോയി വന്നപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് 0. ഡിസ്റ്റൻസ് എത്ര പറയാം? 3 + 5 + 3 + 5 എത്ര? 5 5 10 13 16 കിലോമീറ്റേഴ്സാണ് അയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത നമ്മൾ നോക്കുന്നത് സ്കെയിലാറും വെക്റ്റാർ ക്വാണ്ടിറ്റീസാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്വാണ്ടിറ്റീസ് വിച്ച് ഡിസ്ക്രൈബ്സ് മാഗ്നിറ്റ്യൂഡ് ഓർ ന്യൂമറിക്കൽ വാല്യൂ. മാഗ്നിറ്റ്യൂഡ് എന്നും ന്യൂമറിക്കൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിലോമീറ്റർ 4 എന്നൊക്കെ പറയില്ലേ, 4 5 6 അതൊക്കെയാണ് ന്യൂമറിക്കൽ വാല്യൂസ്. ഓക്കെ, അതേപോലെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഡിസ്ക്രൈബ് മാഗ്നിറ്റ്യൂഡ്സ് ആസ് വെൽ ആസ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും പറയും, അതേപോലെ തന്നെ ഏത് ഡയറക്ഷനിലാണ് നീങ്ങുന്നതെന്നും പറയും. ഡിസ്റ്റൻസ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്റ്റാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിലെ ഡിഫറൻസിൽ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു പോയിൻ്റാണ് ഈ ഒരു പോയിൻറ്റ്, സ്കെയിലാറും വെക്റ്റാറും ആണെന്നുള്ള ഈ പോയിൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു ഡിഫറൻസ് ആണ്. ഇത് മിക്ക എക്സാംസിനും ചോദിക്കാറുള്ളതുമാണ്. എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ദ ആക്ച്വൽ പാത്ത് ലെങ്ത്, ദ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഓഫ് ദ പാത്ത് ലെങ്ത് ടേക്കൺ ബൈ ദ ഒബ്ജക്റ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ദ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ബട്ട് ദ ഷോർട്ടസ്റ്റ് പാത്ത് ലെങ്ത് ആണ് എന്ത് കാണിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആവാം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം, അതേപോലെ തന്നെ 0യും ആവാം. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസ് ഒരു സ്കെയിലാറാണ്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററാണ്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points മേ ബി യൂണീക്ക്, മേ നോട്ട് ബി യൂണീക്ക്. യൂണീക്ക് ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടില്ല, കാരണം ചിലതൊക്കെ എന്തായിട്ട് വരാം? ഈക്വലായിട്ട് വരാം. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ 2 points ഇസ് ഓൾവേസ് യുണീക്ക്. അപ്പോൾ യുണീക്ക് വാല്യൂസാണ് ഡിസ്പ്ലേസ്മെൻറ്റ് തരുള്ളൂ. ഡിസ്റ്റൻസ് നോട്ട് യുണീക്ക് വാല്യൂസാണ് തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസിൻ ഈക്വൽ ഇൻട്രവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുകയാണെങ്കിൽ അതെന്ത് മോഷനിലാണ്? യൂണിഫോം മോഷനിൽ. ഇപ്പോൾ കൺസിഡർ ചെയ്യുക, ഒരു കാറ് 1 മീറ്ററിൽ 1 മീറ്റർ 1 സെക്കൻഡിൽ, 2 മീറ്റർ 2 സെക്കൻഡിൽ, 3 മീറ്റർ 3 സെക്കൻഡിൽ, 4 മീറ്റർ 4 സെക്കൻഡിൽ, അങ്ങനെയാണെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസാണ്, ഈക്വൽ ടൈമുമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക? അത് യൂണിഫോം മോഷനിലാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് എന്ത്? കാർ മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. ഓക്കെ, ഇനി നോൺ യൂണിഫോം മോഷൻ എന്താണ്? ദ ഒബ്ജക്റ്റ് ട്രാവൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻറ്റർവൽ ഓഫ് ടൈം. ഓക്കെ, അൺഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും ഈക്വൽ ഇൻറ്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീറ്ററിൽ 1 മീറ്റർ 1 സെക്കൻഡും കൊണ്ട്, ചിലപ്പോൾ 2 മീറ്റർ 2 സെക്കൻഡ് കൊണ്ട്, 3 മീറ്റർ 3 സെക്കൻഡ് കൊണ്ട്, അങ്ങനെ അൺഈക്വൽ ആയിട്ട് പോകുമ്പോഴാണ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻറ്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ നമുക്ക് നോൺ യൂണിഫോം മോഷൻ എന്ന് പറയാം. ഓക്കെ,
നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇനി കുറച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രേശ് പോർഷനുള്ളൂ. അപ്പം നമ്മൾ റെഫറൻസ് പോയിൻറ്റ്, ഒറിജിൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, മോഷൻ, യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ടോപ്പിക്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്സിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിന് മുമ്പും ചോദിച്ചതായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്? ഒരു മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് ടൈം. ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് ടൈം. ഈ ഒരു പോയിന്റ് നിങ്ങളുടെ ആൻസർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. വാട്ട് ഈസ് ദ റെഫറൻസ് പോയിന്റ്? റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫിക്സഡ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്ജക്റ്റ്, ഗിവൺ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഇറ്റ് പൊസിഷൻ. അപ്പോൾ ഒരു ഫിക്സഡ് പോയിൻ്റാണ്, നമ്മൾ ഫിക്സ് ചെയ്ത് പറയുന്നൊരു റെഫറൻസിന് വേണ്ടി പറയുന്നൊരു പോയിൻ്റാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് ദ ട്രെയിൻ ഇൻ വിച്ച് യു ആർ സിറ്റിംഗ് അപ്പിയർ ടു മൂവ് വൈൽ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്? ഓക്കെ, ഇത് നമ്മൾ പറയാണ്ട് വിട്ടൊരു ടോപ്പിക്കാണ്. എന്താണ്? റിലേറ്റീവ് മോഷനാണ് ഈ ടോപ്പിക്ക്. കാരണം എന്താണ്? ഇപ്പം നമ്മൾ ഒരു ട്രെയിനിൽ ഇരിക്കുകയാണ്. നമ്മൾ ട്രെയിനിൽ ഇരിക്കുമ്പോൾ എന്താണ്? നമ്മൾ റെസ്റ്റിലാണ്, നമ്മൾ മോഷനിലാണോ? നമ്മൾ അനങ്ങുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഇരിക്കുകയാണ്, റെസ്റ്റിലാണ്. പക്ഷെ എന്താണ്? ട്രെയിൻ എന്താണ്? നീങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ എന്താണ്? പുറത്തുള്ള ട്രീസ്, അതേപോലെ തന്നെ വീടുകളൊക്കെ എന്തായിരിക്കും? നീങ്ങുന്ന പോലെ തോന്നും അല്ലേ? ബാക്കിലോട്ട് നീങ്ങിപ്പോകുന്ന പോലെ തോന്നും. പക്ഷേ ഇത് ആക്ച്വലി അവർ നീങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുന്നൊരു മോഷനാണ്. പക്ഷേ ഒരാൾക്കത് മോഷനായിട്ട് തോന്നും, മറ്റേ ആൾ വിൽ ഓൾവേസ് ബി ഇൻ റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ റിലേറ്റീവ് മോഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? യെസ്, ദ ട്രെയിൻ ഈസ് അറ്റ് ദ റെസ്റ്റ് വി ആർ സിറ്റിംഗ് അപ്പിയർ ടു മൂവ് വെൻ വി ലുക്ക് ടു അനദർ മൂവിങ് പാരലൽ ട്രാക്ക് ഓൺ വിച്ച് അവർ ട്രെയിൻ ഈസ് സ്റ്റാൻഡിങ്. ഓക്കെ, അതെപ്പോഴാണെന്നറിയോ? നമ്മൾ നീങ്ങുന്ന പോലെ തോന്നുന്നു. നമ്മളിപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിനെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊരു ട്രെയിൻ ഇങ്ങനെ പോവുകയാണ്. ഈ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും? നമ്മളും അനങ്ങുന്ന പോലെയാണ് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ആക്ച്വലി നമ്മൾ എന്തിലായിരിക്കും? നമ്മൾ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുമായിരിക്കും. പക്ഷേ അതിന് ഓപ്പോസിറ്റായിട്ട് വേറൊരു ട്രെയിൻ പോവുകയാണെങ്കിൽ നമുക്ക് തോന്നും നമ്മുടെ ട്രെയിൻ നീങ്ങുന്ന പോലെ തോന്നും. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി എന്താണ് ഡിസ്റ്റൻസ് എന്ന്? ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ആക്ച്വൽ പാത്ത് ലെങ്ത് ട്രാവൽ ബൈ ദ ഒബ്ജക്റ്റ് ഇൻ എ ഗിവൺ ടൈം. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ഈസ് ഡിസ്റ്റൻസ് എ സ്കെയിലാർ ഓർ എ വെക്റ്റർ ക്വാണ്ടിറ്റി? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന്. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫൈൻ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ പോയിൻറ്റ് ആൻഡ് ദ ഫൈനൽ പോയിൻറ്റ്. ഓക്കെ, ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് എ സ്കെയിലാർ ഓർ എ വെക്റ്റർ ക്വാണ്ടിറ്റി? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ബോത്ത് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8, under what conditions is the distance and the magnitude of displacement equal? എന്ത് കണ്ടീഷനിൽ നമുക്ക് പറയാം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആണെന്ന്? നമ്മളിത് ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഇത് കുറേ പ്രാവശ്യം എക്സാംസിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ഈക്വൽ ഇഫ് ദ ഒബ്ജക്ട്സ് മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ വൺ ഡയറക്ഷൻ. ഒറ്റ ഡയറക്ഷനിൽ ഒറ്റ പാത്തുള്ളൂങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, 9. ഓക്കെ, അപ്പോൾ 10th വൺ, വാട്ട് ഡു യു മീൻ ബൈ യൂണിഫോം മോഷൻ? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് യൂണിഫോം വെൻ ഇറ്റ് travel equal distance in equal interval of time, then it is said to be in uniform motion. Okay, what do you mean by non-uniform motion? When an object travel unequal distance in equal interval of time, then it is said to be in non-uniform motion. Okay, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് എന്തായാലും ചോദിക്കുന്നൊരു ടൈപ്പാണ് ഇത്. നമുക്ക് യൂണിഫോം മോഷൻ്റെ എക്സാമ്പിൾ പറയാം, കാർ മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നോൺ യൂണിഫോം മോഷൻ്റെ എക്സാമ്പിൾ പറയാം, കാർ മൂവിങ് ഓൺ എ ക്രൗഡഡ് റോഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് non-uniform motion. A bus moving on a hilly road or a zigzag road. Okay, what is the shape of the 13th one? What is the shape of the path of the body when it is in uniform motion? Uniform motion ഒരു ഒബ്ജക്റ്റ് എന്ത് പാത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ്, ഓരോ പേജിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ? അപ്പോൾ ഈ
ഇത്രയും നേരം നമ്മൾ പഠിച്ച പോർഷൻസിൽ കുറച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. ആൻ ഒബ്ജക്റ്റ് ഹാസ് മൂവ് ത്രൂ എ ഡിസ്റ്റൻസ്, ക്യാൻ ഇറ്റ് ഹാവ് സീറോ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇഫ് യെസ്, സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ എന്താണ്? യെസ്, ഒരു ഒബ്ജക്റ്റിന് എന്താവാം? Distance can have zero displacement. എപ്പോഴാണ് this happen? When the final position of the object coincides with the initial position. അപ്പോൾ ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും ഒന്നാണെങ്കിൽ നമുക്ക് എന്ന് പറയാം? ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണ്, പക്ഷേ ഡിസ്റ്റൻസ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം സീറോ ആണ്. ഇഫ് ആൻ ഒബ്ജക്റ്റ് ട്രാവൽ ഫ്രം പോയിൻറ്റ് എ ആൻഡ് റീച്ചസ് ദ സെയിം പോയിൻറ്റ് എ, ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് സീറോ. ഞാനപ്പോൾ അതൊന്ന് റെപ്രസെൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു വഴി കൂടി പോയി, എന്താണ്, തിരിച്ച് ആ ഒരു പോയിൻറ്റിൽ തന്നെ വരികയാണെങ്കിൽ, എ എന്ന് പറയുന്ന ആ പോയിൻറ്റിൽ തന്നെയാണ് അയാൾ തിരിച്ചെത്തിയിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യണം, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? സെയിം പാത്തിൽ തന്നെ വന്നുകൊണ്ട് സീറോയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോൾ ഇതിലെന്താണ്? ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും ഒന്നാണ്, അതാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, എ ഫാർമർ മൂവ്സ് അലോങ് ദ ബൗണ്ടറി ഓഫ് എ സ്ക്വയർ ഫീൽഡ് ഓഫ് സൈഡ് 10 meter in 40 seconds. What will be the magnitude of displacement of the farmer at the end of 2 minutes 20 seconds from his initial point? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്? നമുക്ക് ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യണം. സ്ക്വയർ ഫീൽഡ് എന്താണ്? ഓരോ സൈഡും 10 മീറ്റർ വെച്ചുള്ളൊരു സ്ക്വയർ ഫീൽഡ് ABCD എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, 10 മീറ്ററാണ് ഓരോ സൈഡും. സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വൽ അല്ലേ? ടൈം ഫോർ വൺ റൗണ്ടിൽ എത്രയാണ്? 40 സെക്കൻഡ്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ 40 സെക്കൻഡ്സ് ആണെങ്കിൽ ടോട്ടൽ ടൈം എത്രയാണ് തന്നിരിക്കുന്നത്? 2 minutes 20 സെക്കൻഡാണ്. അപ്പോൾ 2 minutesനെ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് 2 × 60 + 20 ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 140 സെക്കൻഡ്സ് എന്ന് കിട്ടി. ഇനി അയാൾ കംപ്ലീറ്റ് ചെയ്ത നമ്പർ ഓഫ് റൗണ്ട്സ് കംപ്ലീറ്റഡ്, എത്ര റൗണ്ട്സാണ് അയാൾ കംപ്ലീറ്റ് ചെയ്തത്? 140 ആണ്. ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാണ് വേണ്ടത്? 40 ആണ് വേണ്ടത്. അപ്പോൾ 140 / 40 ഇസ് ഈക്വൽ ടു 3.5. ഓക്കെ, അപ്പോൾ ഫാർമർ എന്തോരം കവർ ചെയ്ത്? 3.5 റൗണ്ടാണ് ആ ഫാർമർ കവർ ചെയ്തത്. ഓക്കെ, ഇൻ ദ ലാസ്റ്റ് ഹാഫ് റൗണ്ട് സ്റ്റാർട്ടിങ് ഫ്രം എ ഹി വിൽ ബി അറ്റ്, അപ്പോൾ എയിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു പകുതി, നമ്മുടെ ലാസ്റ്റത്തെ പകുതി എന്ന് പറയുന്നത് ഏതാണ്? സി. അപ്പോൾ സി എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ ഡയഗണലാണ് വരുന്നത്. അപ്പോൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. AC ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നിങ്ങൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? AC² ഈസ് ഈക്വൽ ടു, അത് പഠിച്ചിട്ടുണ്ടാവും, AB² + BC². ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് AC എന്ന് പറയുന്ന സ്ക്വയറാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഇതിന് റൂട്ടായിട്ട് കൊടുത്തത്. ഓക്കെ, അതാണ് AB² + BC² എന്ന് വന്നത്. ഓക്കെ, അതാണ് ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന കാൽക്കുലേഷൻ. റൂട്ട് 10² + 10² ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ 100, 100² അല്ല 100 + 100 റൂട്ട് അല്ലേ? റൂട്ടാണ്, 100 + 100 റൂട്ടാണ് വന്നത് അല്ലേ? അപ്പോൾ 100 + 100 എത്രയാണ്? റൂട്ട് 200. ഓക്കെ, റൂട്ട് 200 എന്ന് പറഞ്ഞാൽ 200 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്ര കിട്ടും? 10√2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇറ്റ് ക്യാൻ ബി സീറോ ഇല്ലേ? സീറോ ആവാൻ പറ്റുമോ ഡിസ്പ്ലേസ്മെൻറ്റ്? അതേപോലെ തന്നെ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ഫാൾസ് ആണ് അല്ലേ? സെക്കൻഡ് വണ്ണും ഫാൾസ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത റീസൺസ് ആണ് വരുന്നത്. ഓക്കെ,
അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, പ്രോബ്ലം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. എ പേഴ്സൺ ട്രാവൽസ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. ഹി ഗോസ് ഫ്രം പൊസിഷൻ എ ടു ബി. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 4 കിലോമീറ്റർ. നൗ from position B, he runs back and travel a distance of 2 kilometers to reach the position C. Find the total distance traveled by Ram during the whole journey. Second one, the magnitude of his journey. അപ്പോൾ second question, an athlete complete one round of a circular track of diameter 200 meter in 30 seconds. Find the distance traveled by the athlete. Second one, the magnitude of displacement of the athlete at end of 30 seconds. Okay, next one നോക്കാം. Okay, അപ്പോൾ third one ആണ്, an athlete complete a round of a circular track of diameter 200 meter in 20 seconds. Calculate the distance traveled by the athlete. Second one, the magnitude of displacement of the athlete at the end of 1 minute 10 seconds. Okay, അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.